ഒരു സൈഡ് പൊന്തിയൊക്കെ കൂടി ഉള്ളിക്ക് കൂട്ടാ. ഇല്ല കുറച്ച് അച്ചാറ് മജരാജ പ്ലേറ്റ് തീർക്കോ ചെയ്യും. കുറച്ച് ഉള്ളി കരുത് ഇങ്ങനെതാ ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്വാഗതം നമ്മളിതാ സ്പെഷ്യൽ ഇവിടെ നിക്കണ ഞങ്ങള് കണ്ടപ്പോ തന്നെ മനസ്സിലാവും ഈ സാധനമൊക്കെ ഉണ്ട്. അപ്പൊ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. വെറുതെ സൗണ്ട് ഉണ്ടായിക്കോട്ടെ. അപ്പൊ നമ്മളിന്ന് ബിരിയാണി വീഡിയോ എടുക്കാൻ ക്ഷമയില്ല. അമ്മക്ക് ചർച്ച അത് ആർക്കും ക്ഷമയില്ലാത്തൊന്നും എല്ലാവർക്കും അറിയാം. പിന്നെ അമ്മ വേഗം പരിപാടി സദ്യ ആയിട്ട് ഇവര് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ന് ചിക്കനും പിന്നെ ബിരിയാണി എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ലഘുവായിട്ട് ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ലഘുവായിട്ട് ചിക്കനോ ബീഫോ ബീഫിന് നമുക്ക് ചെയ്യാം. പക്ഷെ ബീഫ് അങ്ങനെ വലിയ ഇഷ്ടമല്ല. എന്നാലും വലിയ ഇഷ്ടം ഇവർക്ക് വലിയ ഇഷ്ടമല്ല. നമുക്ക് ചെയ്യാം. ബീഫ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഇപ്പൊ ചിക്കൻ പിടിക്കാം. ചിക്കൻ പിടിച്ചിട്ട് പിന്നെ ബീഫ് നല്ല ബീഫിലേക്ക് മാറ്റാം. ആദ്യം ഇതൊക്കെ പഠിക്കട്ടെ കുട്ടികള്. കുട്ടികളെ തന്നെ പഠിക്കട്ടെ. നമ്മള് എന്താണ് നമുക്ക് ഇപ്പൊ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് തലശ്ശേരി ബിരിയാണി, അതേപോലെ തന്നെ നമ്മളെ മലബാർ ബിരിയാണിന്റെ ഒരു മിക്സ് നമ്മളെ സ്റ്റൈല് കുറച്ച് അവരുടെ സ്റ്റൈലും കുറച്ച് നമ്മളെ സ്റ്റൈലും. ഞങ്ങൾ കുറച്ച് അവിടുന്ന് വെക്കും, കുറച്ച് ഇവിടുന്ന് നമ്മൾ പറയുന്നേ അതല്ല എപ്പോഴും ഒരേപോലെ ആയിട്ട് കാര്യം എല്ലാരും ചെയ്തെന്താ തലശ്ശേരി ബിരിയാണി ചെയ്യും, കോഴിക്കോട് മലപ്പുറം അങ്ങനെ ചെയ്യും, കണ്ണൂര്. നമ്മളെന്ത് ചെയ്യുന്നത് നമ്മള് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യും, രണ്ടും കൂടി മിക്സ് ആയിട്ട് ഫ്യൂഷൻ ഡിഷ്. നമുക്ക് ചിക്കൻ സാമ്പാർ ഉണ്ടാക്കിയാലോ, അതേമാതിരി ഡിഷുകളൊക്കെ നമ്മൾ അപ്പൊ നമുക്ക് എന്താണ് അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്തേ അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കില്ല. വീഡിയോ കിടക്കാൻ ഇതന്നെ വീഡിയോ. നമുക്ക് അച്ഛനെ വിളിച്ചാലോ? അച്ഛനാകുമ്പോ കുറച്ച് ഐഡിയ ഉണ്ടോ? ഇവിടെ ഐഡിയ ചെയ്യാത്തൊരു എന്നിട്ട് കാര്യമാണ്. ശരിയാണ്, വേഗം വെക്കോ. മൈക്കടി അതിന്റെ കാര്യം ശരി തന്നെയാണ്. അച്ഛൻ തന്നെയാണ് ഐഡിയ ഉള്ളത്. വറുത്ത് പോരാൻ ഞാൻ അമ്മട്ടോ ഇപ്പൊ മാറ്റി ചോർച്ചു. ഇല്ലല്ല വർക്ക് അത്ര തോന്നെ വേണ്ടല്ലോ. അല്ല മൊത്തം വഴറ്റിട്ട് കുറച്ച് മാറ്റിച്ച് പോലെ വഴറ്റിക്കോ ഇതിലിട്ടിട്ട് വേണ്ടേ? ഒന്നും അറിയില്ലാത്തവരാണ് ദൈവങ്ങളെ. ഇത് സംഭവം മേലിടാനാട്ടോ. ഇതെന്തിനാ ബിരിയാണിക്കാണ് എനിക്ക് മനസ്സിലായിക്കണ്. മേലിടാനുള്ള ഒരു ഇത് വല്ലാതെ സ്വന്തമായിട്ട് നമ്മളേതായ രീതിയിൽ ചെയ്താൽ ഇത് വല്ലാതെ ഇതാവുണ്ട് കേട്ടോ. നേരിത് മതി, ഓവർ ഇതാവുമ്പോ അങ്ങനെ നേരിത് മതിയെന്ന്. ഇതാ ഒന്നും ചെയ്യാത്തൊരു ക്ഷീണം മാറിയിട്ടില്ലടാ. അപ്പൊ ഞാൻ പറഞ്ഞാ ഉള്ളി ചെറുതായിട്ടല്ല നല്ല മഴ ഉണ്ട്. ഇത് നമുക്ക് മുകളിൽ ഇടാനുള്ള കേട്ടോ. ഇതാണ് എപ്പോഴും ഫസ്റ്റ് നമ്മള് ചെയ്തേക്കല്. ഇനി അത് നമുക്ക് പ്ലേറ്റിക്ക് മാറ്റാം. ഇനിയാണ് പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പൊ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമുക്ക് എപ്പോ കാരണം എന്താ ഇതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഒന്നിന്റെ ആവശ്യമില്ല. മോട്ടർ ആണോ? ആ അപ്പൊ ഇത് ഇവിടെ ഇട്ടതുണ്ട്. അമ്മ നേരത്തെ കൊളാക്കിയിട്ടുണ്ട്. ഇതെന്താ പറ്റിയെന്നറിയാം സംഭവം. അമ്മയ്ക്ക് ഇതുമായി വലിയ ധാരണയൊന്നും ഇല്ല എന്നാ തോന്നുന്നത്. സാരില്ല, അച്ഛനെ ഇടയ്ക്ക് ചെയ്യും. അതാണ് ഈ പ്രത്യേകത.
അടിപൊളി ബിരിയാണി ഒലക്ക് അടിപൊളി ബിരിയാണി. അച്ഛൻ ഉണ്ടാക്കൂല, അമ്മ ഉണ്ടാക്കൂല. ഞാൻ ഉണ്ടാക്കുന്നത് ചിലപ്പോ അച്ഛനാണ് കൂടുതൽ. ഉള്ളിന്റെ അളവ് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തന്നെയാണ് ചെയ്യലൊക്കെ. പക്ഷെ കൂടുതൽ അമ്മയായിരിക്കും. അച്ഛൻ തന്നെയാണ് അയക്കുവരാ ഞാൻ ഫുൾ സ്പീഡ് ആക്കി അത് പിടിച്ചാൽ ഞാൻ ആക്കിത്തരാം. ഫുൾ സ്പീഡാ എന്തരത് വണ്ടിയല്ല ഫുൾ സ്പീഡ് ഈറൊക്കെ ഇട്ട് മാറ്റാൻ. ഇനി ഇതേ കുറച്ച് ബ്രൗൺ കളർ ആവട്ടെ, അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. അതായി കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ നമ്മളെ ഉള്ളി നല്ല വഴന്നുന്നുണ്ട്. അവൻ ഇതിക്ക് എന്തായിരുന്നു തക്കാളി ഇടണം. തക്കാളി ഇടല്ലേ, തക്കാളി ഇടണം. ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ ഇടുന്നത് പറയും. ആ എന്ത് ഇത് നിങ്ങളായോ ഇതെന്ത് മസാലയാണ്? ആ മൈക്ക് വാങ്ങിക്കച്ചാ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച മസാല ഇടും. അത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കറാമ്പൂ കറാമ്പൂ ഇതൊക്കെ പട്ടിയും ഇതൊക്കെ. പട്ടിയും കണ്ടെടുക്ക്. ഇതാ ഇത് ഈ സംഭവം ഇല്ലേ, ഇതിനെന്താ പറയാ? ഇതിലെന്തൊക്കെ കൂട്ട് ബിരിയാണിയിൽ ഇടുന്ന കൂട്ടുണ്ട്. ആ കൂട്ടിടും. ഇത് നിങ്ങക്ക് പറഞ്ഞതിന്റെ ആവശ്യം ഫസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എന്താണ് അപ്പൊ ഈ സാധനം ഇത് ഇപ്പൊ ഇടണം. ഇത് ഇട്ടിട്ട് ഇട്ടാ അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യാ? ഇതൊക്കെ ഇട്ടതിന് ശേഷം കാണട്ടെ. എന്തൊന്നും അറിയാൻ പറഞ്ഞു ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അതിന്റെ അടുത്ത് പിന്നെ പൊട്ട കണക്കിനാണ്. ചിക്കൻ വെക്കുന്ന ഇതിനകത്ത് ഒറ്റ വിസലില് കുക്കറിൽ തട്ടാ കുക്കറിൽ വെക്കാം. നമുക്ക് കുക്കറിലെ ചിക്കൻ കുക്കറിൽ ചെന്ന് വേവിക്കുക. മസാല വെച്ചില്ലേ ചിക്കൻ എടുത്ത് അത് ഒരു വിസലിലേ. അപ്പൊ നമുക്ക് വേറെ ഇതുണ്ടായിപ്പോ കൊറേ നേരം വിസലിൽ എടുക്കാം. ചിക്കൻ മസാല സംഭവം ഞാൻ പറഞ്ഞുതരാം. പിന്നെ തൈര് മഞ്ഞപ്പൊടി ഉപ്പ് വെച്ച് നന്നായിട്ട് കുഴച്ച് വെക്കാം. ചിക്കൻ ഉണ്ട് രണ്ട് സ്റ്റൈല് നമ്മൾ ഒക്കെ കൂടി ഫ്യൂഷൻ ഡിഷാണ്. രണ്ട് സ്ഥലത്തെ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. സംഭവം ലാസ്റ്റ് വേറൊരു സംഭവം മനസ്സിലായി. ഇതിലൊരു കുക്കറിലിട്ട് അവിടെ കേറി പോലെ ഇതൊക്കെ എന്തുണ്ട്? കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസലിൽ വേവും. ഒരു മിനിറ്റ്. ഒരു വിസിലാണ് എത്ര ഉണ്ടോ? ഒരു വിസില് പറഞ്ഞാല് നിങ്ങൾ എപ്പോഴാ വിസിലാവണ ആ വിസില്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വിസിൽ അടിക്കാൻ തോന്നിയാൽ പീപ്പിൾ അടിക്കാൻ പോവുക. അപ്പൊ ഇതൊരു വിസില് സോറി വിസില് ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വരാം കേട്ടോ. വിസിലാവണിട്ട് കാത്തിരിക്കണം. എന്താ വിസിലോട് വിസിലായി ഒറ്റ വേട്ടെ വേൻ വേണ്ടിട്ടല്ലേ ഇതിലിപ്പോ എന്തൊക്കെ ഇടുന്നു? ചിക്കനും മസാല തേച്ചു. അതായത് ചിക്കനില് ശരിക്കും ഇതിൽ തൈരൊക്കെ ഒഴിക്കണേ. ശരി ആർക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക് ആദ്യതാ ഇത് ഉള്ളി വാട്ടുക. ഉള്ളി വാട്ടിയിട്ട് അതില് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് അവിടെ ഗരം മസാലപ്പൊടി അത് വേണമെങ്കിൽ ഇടാ. ഞാൻ തരുന്നത് കുക്കർ അല്ല കുക്കറിൽ കുക്ക്. അപ്പൊ ചിക്കന് കുക്കറിൽ നീ അമ്മയ്ക്ക് ഈ സാധനം മാറ്റി കൊടുക്കുന്നില്ല. അങ്ങ് മാറി നിൽക്കൂ. കുക്കർ അടക്കുക. ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. എന്തിനു വേണ്ടി എന്നോട് ചോദിക്കാനുള്ള ചോദ്യം. അപ്പൊ ഞാനെന്ത് അമ്മേനോട് മാറ്റി. ഇനി നമ്മക്ക് നമ്മളെ സ്റ്റൈൽ ഇനിയാണ് ഇത് ശരിക്കും കൊളാൻ പോകുന്നത്. ആദ്യം കൊളായിന്ന് ഇനി ശരിക്കും കൊളാം. അമ്മയ്ക്ക് ഫ്യൂഷൻ ഡിഷ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് മനസ്സിലായിട്ട്. അപ്പൊ നമ്മളിതാ ഒരു വിസിലാവാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്. ഇതിപ്പാവും നമ്മൾ നേരത്തെ വെച്ചാൽ ഉള്ളിയിലേക്ക് എന്തൊക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വാട്ടിലേക്ക് ആദ്യം നമ്മള് കുറച്ചുള്ളി മാറ്റി വെച്ചതാ. കുറച്ചുള്ളി നമ്മള് വറുത്തിട്ട് മാറ്റി വെച്ചു. അതിൽ കുറച്ചും കൂടി പോയപ്പോ നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് കുറച്ചും കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു? ഇതാക്കി ഇത് അതും കുറച്ചും കൂടി ഇട്ടിട്ട് നല്ല വഴറ്റി. അതിലേക്ക് എന്ത് ചെയ്തു? കുറച്ച് തക്കാളി ഇട്ടിട്ട് തക്കാളിയും വഴറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് എന്ത് ചെയ്തു? ഈ ബിരിയാണി കൂട്ടുണ്ട് കറാമ്പട്ട മറ്റേ സംഭവമൊക്കെ അല്ലല്ലേ, ആ കൂട്ട് എന്ത് ചെയ്തു? അതിട്ടു. മറ്റത് തുടങ്ങാനായിട്ടോ വിസിൽ പഠിക്കുന്ന ഒന്നുണ്ട്. അപ്പൊ നമ്മള്
ലൈറ്റ് ഓഫ് ആക്കണം. അപ്പൊ ഒരു വിസിലായി. അത് ക്ലിയർ ആയിട്ട് നമുക്ക് തുറക്കാം. അപ്പൊ എന്താണ് ഇതാ നോക്ക് പറഞ്ഞ. അപ്പൊ നമ്മള് ആ മസാല, അതായത് കരം മസാല ഒക്കെ ഇട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് ആ ക്ലിയർ ആക്കിയ മസാല അവിടെ റെഡി ആക്കുന്നു. കാരണം നമ്മൾ നല്ല ചൂടായതുകൊണ്ട്, ചൂടല്ല ഇവിടെ ഇത് രണ്ടും കൂടി വെച്ച് നടക്കാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യും, ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് അത് കുറച്ച് വയറ് കൊണ്ടല്ലോ. അപ്പൊ ഇതാ മൈക്കോണില്ല. അപ്പൊ നമ്മള് ഇത് ഇനി വേഗം നോക്കി നോക്ക്. നമുക്ക് ഇത് ആ വഴറ്റുന്ന ഉള്ളിൽ ഇട്ടെന്ന് പറയാം. നമുക്ക് നേരെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ആയി കിടക്കാം. നമ്മള് ഇത് ശരിക്കും നല്ല രീതിയിൽ വഴറ്റിട്ടാ. ഇത് ഇവിടെ വെച്ച് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിന്റെ കാര്യം റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയി വഴറ്റിട്ടാ. നല്ല വടിത്താ ഇങ്ങനെ വഴണടാ സാധനം. നമ്മൾ ചിക്കനിൽ എന്ത് ചെയ്തെന്നറിയാം, ഇതിൽ കുറച്ച് വെള്ളം തരാം. ഈ വെള്ളല്ലേ, ഇതിന് കുറച്ച് വെള്ളം മാറ്റി വെക്കണ്ട. അത് ചെറിയ പരിപാടി ഉണ്ട്. ഇതിലേക്ക് നമ്മള് ഇതിടാൻ പോകട്ടാ. ഒന്നും ആവൂല. ഇറങ്ങടി ആകെ വെള്ളം കളിയല്ലോ. ആ ചിക്കൻ കാലി മണിക്കാ പറഞ്ഞു വിവരമല്ലോ. മേത്ത് വെക്കണോ പത്തി. നല്ല നേരത്തിനല്ലോ പണിതിട്ട്. അപ്പൊ നമുക്കിത് മിക്സ് ആക്കി നല്ല വഴറ്റാം. വയറ്റ് അങ്ങനെ പറയാം. എനിക്കറിയാ, ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ. മിക്സ് ചെയ്യാം. അപ്പൊ നീ ശരിക്കും ഒന്ന് മിക്സ് ആക്കി നമുക്ക് കാണാം. അപ്പൊ ഗൈസ് നമ്മള് ഗ്യാസ് ഏകദേശം ഈ ഒരു ലെവലായപ്പോ ചിക്കൻ ഗ്രേവി അല്ല നമ്മൾ ഉണ്ടാക്കിയ മസാല ഈ ഒരു ലെവലാക്കിയപ്പോ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു ഇതിലാണ്. ഇത് നമുക്ക് ഇത് ഈ റൈസ് റെഡി ആക്കണം. ആണെന്നില്ല നമ്മളതായ രീതിയിലുള്ളൊരു ഒരു സംഭവം ഉണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്ന് അറിയില്ല, ദൈവത്തിനറിയാം. അപ്പൊ അവിടെ ഈ നമ്മള് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കൊണ്ടു വെച്ചിട്ട് എന്തൊക്കെ ഇനി റൈസും എന്തൊക്കെ കാട്ടാന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ അയക്കിടക്കാം. വെള്ളം വെട്ടി നിറയ്ക്കണ്ടേ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതിക്ക് നമ്മളെ ഈ ചെറിയ അരി, ചെറിയ അരി ജോക്കർ അരി, ഈ ചെറിയ ജോക്കർ അരി മെല്ലെ ഇടാം. ചെറിയ അരി എന്തൊക്കെയാണെന്ന് പറയാം. എത്ര ഗ്ലാസ് എത്ര വെള്ളം എടുത്തത്? ഊറ്റിയിടണം. ഇടണ്ട് കവത്ത് തീരെ മേത്തിക്കാൻ പൊട്ടെ ഇതെന്നെ തെറിക്കുള്ളൂ. നമുക്ക് ഇതേപോലെ ഇടാം. ഇതിന് വേവ് എന്തരേ ഇത്ര മാത്രം മതി. ഇത്ര വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗ് അവിടെ കിട്ടും. അലമ്പായിട്ടുള്ള എന്തറിയോ, നമുക്ക് വേവിച്ചിട്ട് കാണാനേ കാണാനോ. അപ്പതാ നമ്മള് അരി വേവിച്ചിട്ട് നല്ല ചൂടാ ഇങ്ങനെ കൊടുത്തത്. ഇനിതാ നെയ്യ്, കുറച്ച് നെയ്യ് വേണം. കുറച്ച് മതി. ഇത് ഡാൽഡ ഉണ്ട്, കുറച്ച് മതി. ഡാൽഡ കഴിച്ചാ ബാക്കി അയക്കി വെക്കാനുള്ള കേട്ടോ. ഇത് കുറച്ചരി ഇത് ഒതുക്കി കാണിച്ചു കൊടുത്താ കച്ചാ. നമ്മൾ ഇത്ര എടുക്കണോ? ബാക്കി നമുക്ക് ഇതൊന്ന് ഇതാക്കാം. എന്താ ഇത് കുറച്ച് ചോറിടാറേ. എന്നിട്ട് മസാല കുറച്ച് ചോറ് കുറച്ച് മസാല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കുടിക്കാൻ സാധനം കൊടുക്കാം. ചൂടാടാ തോനൊന്നും വേണ്ടല്ലേ, കുറച്ച് അത് ഇതിന് വേണ്ട അമ്മട്ടോ. പക്ഷെ കുറച്ചുകൂടി ചോറില്ലേ കിട്ടോ പണിയാട്ടാ. സംഭവം വെറുതെ കേട്ടാ. അമ്മ നല്ല ചൂടാണ്, ഭയങ്കര ഇതാണ് പറഞ്ഞു. ഇപ്പൊ തന്നെ ആവിട്ട് വയ്യ. രസല്ലേ കാണുമ്പോ ശരിയാ. സ്മെല്ലുണ്ടേ. കുറച്ച് തക്കാളി സോസ് വെച്ചാലോ. അവിടെ എങ്ങനെ ഇട്ടാ മതി എനിക്കില്ലേ. അപ്പൊ റെഡിയിട്ട് ഇപ്പൊ പാകായിട്ടുണ്ടാവുമ്പോ മക്കളതൊക്കെ നിങ്ങൾക്ക് തിന്നാൻ നമുക്ക് കളിച്ചാ അതെനിക്ക് ഇട്ടൂടേനാ. അരവൈക്ക് മിസ്സാക്കിട്ടാണ് ഞാൻ ബാക്കി ഞാൻ തിന്നുള്ളൂ.
ഇതായില്ല സംഭവം സംഭവം ആയിട്ടാ രസം ഉണ്ടാവുന്ന വിചാരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഓരോ സാധനങ്ങളും ഓരോന്ന് സാധനം ഉണ്ടാക്കാൻ പറ്റുന്നേ അമ്മ ചോറിനാ എന്തിനാ ലാസ്റ്റിലാ നേരത്തെ ചിക്കന്റെ മസാല ഒന്ന് മാറ്റി അവിടെ അത് ലാസ്റ്റ് വയ്ക്കാം ഇത് അല്ലേ ലാസ്റ്റ് വയ്ക്കാം അടക്ക് നെയ്യ് ഇടുന്നതിനൊക്കെ വേറെ ടെക്നിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ യൂട്യൂബിൽ കണ്ട ഇതുകൂടി ഇതുകൂടി അടക്ക് വേറെ സമയം ഇത് കൊടുക്ക് ഇത് ഇങ്ങനെ കുഴിക്കുക എന്നിട്ട് അയക്ക് ഒഴിച്ചു കൊടുക്കാൻ കണ്ടന്റ് കിട്ടാ കൈ ചെറുതായിട്ട് പൊള്ളി കഴിച്ച് എന്താ ഇതിങ്ങനെ കുഴിച്ചിട്ട് അങ്ങനെ ഇതാണ് കുഴി ഇത് കഴിച്ചു കൊടുക്കും കാര്യം അമ്മേന്റെ മസാല വേസ്റ്റ് ആക്കണം സാധനം ഉണ്ടായിക്കോട്ടെ നമ്പാണ് സംഭവം കുഴപ്പമില്ല അടക്കല്ലേ എന്തിനാണ് ഓട്ടോയ്ക്കാണ് ഒഴിച്ചു കൊടുക്കലേ ചോദിച്ചിട്ടുണ്ടോ ഓട്ടോയ്ക്ക് ഒഴിച്ചു ഞാൻ പഠിച്ചു ഇത് ഈ സാധനം ഇത് നമ്മള് എന്തിനാ ചിക്കന് മാറ്റിച്ചാണ് അമ്മ മാറ്റിച്ച എന്താന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ കുറച്ച് ഇതിലൊഴിക്കുക എന്നിട്ട് കുറച്ച് ഇതിലൊഴിക്കുക നെയ്യാണ് കുറച്ച് ഇതിലൊഴിക്കുക ഇതവിടെ എന്നിട്ട് ഇത് ഇങ്ങനെ ഉണ്ട് ഉണ്ടാ എന്നിട്ട് ഇത് ബാക്കിയുള്ളത് ഇതിലാണ്ട് ഫില്ലാക്കി വെക്കുക കണ്ടാ റൗണ്ടൊക്കെ വെച്ചിട്ട് മാറ്റിക്കും കണ്ടാ ഈ ബാലൻസ് നെയ്യ് വെറുതെ വെച്ചാ പോലെ മക്കളെ തിന്നാൻ കഴിക്കല്ലട്ടാ ഹെൽത്തിന് നല്ല കേടാണ് ചൂടായിട്ടില്ലേ അങ്ങനെ പറ്റി അല്ല ഇതിൽ ഇന്ന് ചൂടായിക്കോട്ടെ അല്ലേ കുഴപ്പമില്ല അല്ലേ സംഭവം ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ പാളി ഉണ്ടാവും നിങ്ങളാണ് കാര്യമൊക്കെ ഉണ്ടാവും നമ്മള് പഠിച്ചു വരുന്നുള്ളൂ അല്ലേ ചേട്ടാ എന്തൊന്നും ഉണ്ടാക്കി നമ്മള് പഴയ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തില്ല ഇതിനൊക്കെ എന്തരാ ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം ഇനി കാണിച്ചുതരാം ഇതിനിട്ടിട്ട് ഇങ്ങനെ എടുത്തേക്കാം ആ തീപ്പെട്ടി ചൂടാക്കാം മതി 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 ഓക്കെ 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 പഠിച്ചു ആ റെഡി ആ ഇങ്ങനൊക്കെ അല്ലേ ഇത് ദമ്മക്കണം ആ ഇതിന് മേലെ ആ സാധനം വിതരണോ ആ സാധനം വിതരണ്ടേ ഇത് മാറ്റിയേക്കാം ഇത് വിതരണ്ടേ ഇത് വെള്ളിട്ടിട്ട് വിതറ നമ്മള് പൊരിച്ച ഇവിടെ പോടും ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മൈക്കോണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മള് ഇതില് വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ചിപ്സ് തിന്നാം ഇടവേളകൾ ആന്തരമാക്കാൻ നമുക്ക് ചിപ്സും തിന്നാം അതെ അതെ അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് ഇത് പൊരിച്ചിട്ടുണ്ട് അത് പൊരിക്കല വറുത്തെടുത്തിട്ടുണ്ടോ അപ്പൊ ഇത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇത് അമ്മടാൻ അല്ല ദമ്മിടാൻ പോലെ മൊരിപ്പ് പോയിട്ട് ഇതിന്റെ മുരിപ്പ് ആവശ്യമില്ല അപ്പൊ ഇതെല്ലാം വേറെ ഒന്നല്ല മല്ലിച്ചപ്പ് ഒക്കെ കരിഞ്ഞ് ചീനികളല്ലേ കൊറേ നേരം ഞാൻ പറഞ്ഞില്ല വീഡിയോ കൊറേ നേരേ അപ്പൊ ഇത് മൂടിയിട്ട് നമുക്ക് കുറച്ച് ചിപ്സ് ഇട്ടോ ദമ്മിട്ട് പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തരാം കുറച്ച് ചിപ്സ് ഇട്ടാലോ ഒന്നുമില്ല വീട് തകട്ടെ അപ്പൊ നമുക്ക് ദമ്മിട്ട് കാണാം അപ്പൊ നമ്മള് ചിപ്സൊക്കെ അതൊക്കെ തിന്നാ അപ്പൊ വിശന്നിട്ട് വയറ് തന്തക്ക് വിളിക്കണ്ടേ ഇങ്ങനെ എന്തോ ആണല്ലോ അമ്മതാ ഉള്ളി കുറച്ച് മുളകൊക്കെ ഇടുക ഉപ്പൊക്കെ വറക്കണ്ടേ നിങ്ങൾ തൈര് സ്പൂണിലാണ് ഒഴിച്ചോ ആ സ്പൂണിടുക ഒഴിവാക്കാം തൈര് മെല്ലത്തിരി തൈര് നമ്മള് പിള്ളേര് വെച്ച് വലിയ സ്പൂൺ എടുത്തിട്ട് കേൾക്കണ്ടേ സ്പൂൺ ഇതിന് മുങ്ങോ കുറച്ചുകൂടി ചെറുതെടുക്കുക കണക്ക് അന്നത് ചൂടുണ്ടല്ലോ പിന്നെ ഇപ്പൊ അടുപ്പിൽ ഇതാക്കിയല്ലോ ഇത് ഉപ്പ് വേണ്ടേ ഉപ്പൊക്കെ ഇട്ടുണ്ടാവും ടേസ്റ്റ് ആക്കാൻ പോയില്ലേ അമ്മ അതിൽ ഉപ്പിട്ടമ്മ ഉപ്പിട്ടില്ലേ ഉപ്പിട്ടാണ് ഇതിന്റെ സ്റ്റോറി പറയണേ നമ്മള് തൃശ്ശൂർ പോയപ്പോഴാ
സർലാസ് സർലാസ് പറയും. ഇങ്ങോടെ ഞാൻ ഈ സാധനം കൊണ്ടുവരും. ഇങ്ങോട്ട് തൃശ്ശൂര് ഞാൻ കല്യാണത്തിന് പരിപാടിക്ക് എന്ത് പോയാ ഇങ്ങോട്ട് സർലാസ് വെച്ച് ഞാൻ മടക്കാൻ ചോദിച്ചു. മറ്റേ ഇഷ്ടത് സർലാസ് നിർബന്ധം കൊണ്ട് മേടിച്ചപ്പോ ഇതല്ല രസാട്ടോ. ഇത് മതി ബിരിയാണിക്ക്. റൈസ് മാത്രമുള്ള ഇത് കൂട്ടിയില്ല സാറേ. ഞങ്ങൾക്ക് തൈരിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. ഞാൻ ശരീരം കണ്ടാൽ തന്നെ അറിയാം. എന്റെ ശരീരം കണ്ടവർക്ക് മനസ്സിലാവും തൈരിനോട് താല്പര്യം കൂടുതലാണ്. നിങ്ങളുടെ ശരീരം കണ്ടോ? അത് മനസ്സിലാണോ? തൈരിനോട് താല്പര്യം കൂടുതലാണ്. ആകെ തൈരായിട്ടുണ്ട് ശരീരം. തൈര് തൈര് അതായത് സർലാസ് എന്ന് പറയുന്ന സാധനം ലാഭം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഇതാ സത്യം പറഞ്ഞ ഇതാണ് സുഖം. ഇതാണ് സുഖം. ഇതൊക്കെ എത്തി ഉണ്ടാക്കാൻ നല്ലത്. അതേ പറ്റുള്ളൂ. ഓണാക്കേണ്ട ആവശ്യമില്ല വെറുതെ. ഇനി ഇതന്നെ ഉപ്പ് കൂട്ടുകയാണ്. നമ്മട്ടുണ്ട് നമ്മൾ എന്താ പ്രശ്നം അറിയോ? കനലിന്റെ പരിപാടിയാണ്. കനലിൽ ഇട്ട സംഭവങ്ങൾ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇവിടെ ഫാൻ ചൂടാണ്. അച്ഛനൊക്കെ നേരത്തെ കുളിക്കുകയാണ്. വീഡിയോ നീ അവിടെ അവിടെ വെച്ച് ചെയ്യണം നല്ല, പുറത്ത് വെച്ച് ചെയ്യുന്നല്ലേ. പുറത്ത് നിന്ന് വേറെ ചെയ്യാ വീഡിയോ. ഇപ്പൊ ഇങ്ങനെ പോട്ടെ, ഈ സാധനം ഇവിടെ കൊടുന്ന് വെക്കുക. ആയാൽ ഇവിടെ കൊടുന്ന് വെക്കാം. ദമ്മ് ഇവിടെ പൊട്ടിക്കാൻ പോണത്. അപ്പൊ നേരെ അയക്കണം കേട്ടാ. അപ്പൊ നമ്മള് ദമ്മ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ട് അത് പൊട്ടിച്ചു. നീ ഇതിന് മുകളിൽ ക്ലിയർ ആക്കി അപ്പൊ മെല്ലെ മുക്കി എടുക്കട്ടാ. എടുക്കാൻ പോണേ അതിക്ക് ആവല ചെയ്തൊന്ന് ചെറുതായിട്ട് അവിടെ പൊതിച്ചല്ലേ. ഇവിടെ പൊന്നൊക്കെ കൂടി ഉള്ളിക്ക് കൂട്ടാ. ഇല്ല അവിടെ അതിന് കുഴി പോയിട്ടില്ലല്ലോ. ആടാ കുഴി പോണെങ്കിൽ അതിന് കൈ ഇടണല്ലേ. സോറി നമ്മൾ കുഴക്കല്ലേ ഈ അച്ഛൻ പറ്റ. അപ്പൊ നമ്മള് ദമ്മ് പൊട്ടിക്കണില്ല. അച്ഛനെ കൊണ്ടിട്ട് പൊട്ടിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പ്ലേറ്റ് ഒക്കെ എടുത്തേക്കട്ടെ. അത് പോയി അല്ല പൊട്ടിച്ചു. കുറച്ച് ഓവർ മസാല ഇഷ്ടമല്ല. കുറച്ച് മസാല ഉള്ളൂ. കടിയിലുണ്ടാവും. കുഴിച്ചു പോണം. കളറ് കാര്യമില്ല. കളർ നമ്മളെ ചിക്കൻ തിന്നാൻ വേണ്ടിട്ട് നല്ല ചൂടാവൂലേ. മസാല കടിയിലാണ് ഗൈസ്. മുതലാവില്ല. എത്ര ഇവർക്ക് മുതലാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ പരിപാടി ചെയ്യില്ല. അത് മതി. ടേസ്റ്റ് ഒക്കെ അല്ലേ മതി അല്ലേ. ചെറിയ പരിപാടി. ഞങ്ങൾ ഫ്യൂഷൻ വെറുതെ ടെസ്റ്റ് അടിക്കേണ്ടത്. ഇതിന് മെയിൻ വീഡിയോ ഇനി വേറെ ഞങ്ങൾ ചെയ്യും. വീഡിയോ ഇല്ല, ഇതാണ് മെയിൻ. മതി വേണ്ട. അച്ചാറൊന്നും മെയിൻ അല്ല. നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാം. അച്ചാർ വേണ്ട, ടേസ്റ്റ് എടുത്തെടുത്ത് ആദ്യം ഞാൻ ടേസ്റ്റ് ചിക്കൻ അടുത്തെടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ചിക്കൻ, ആദ്യം നമുക്ക് വെറും റൈസ് മാത്രം എങ്ങനെ നോക്കട്ടാ. നല്ല ചൂടാട്ടാ. എന്താണ് മാനത്തോക്കിട്ട് ടേസ്റ്റ് ഒക്കെ എന്തിനു മാനത്ത് ഒരു 2 സ്ഥലത്തിൽ ബിരിയാണിന്റെ ഒരു രുചി കിട്ടുന്നുണ്ടായിരുന്നു. ഓരോന്നോരോന്നൊക്കെ നോക്കും. ആദ്യം മുതൽ ചിക്കൻ ചെറിയ പീസ് ഓറണ്ട ചെറിയ പീസ് ചിക്കൻ വളരെ ചെറുതായി പോയിട്ടാ പീസ്. അമ്മ തരാം ഞാൻ ചെറുക്കാം. കുറച്ച് അച്ചാറ് മജരാജ പ്ലേറ്റ് തീർക്കോ ചെയ്യും. കുറച്ച് ഉള്ളിലെ കൊടുത്ത് ഇങ്ങനെ അടുത്ത് സ്വർഗം അണ്ണാ സ്വർഗം. ചൂട് കുറവുള്ള ഭാഗം ഇതേപോലെ ചൂട് കുറവാ. കാത്തിക്കോ അറിയിട്ട്
കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ കാത്തു. ആ എന്തായാലും നമ്മ സൂപ്പർ ആയിട്ടാ. ഭാവിയിലില്ലേ കോടിക്കണക്കിന് ആൾക്കാർ അവിടെ ഇതൊക്കെ ഒന്ന് മാറ്റിയ എന്നിട്ട് ഇത് ഇതാ കള്ള പന്നി ഇതാ പീസ് ഇതാ ഫുൾ പീസ് നല്ല പീസ് ചിക്കൻ ചൂടാക്കി വെച്ചിട്ടാ. ഇത് തീർക്കാൻ എന്ത് പറയാ ഇത് ഇങ്ങനെ കൂട്ടി തിന്നാണ് അച്ചാറ് കൂട്ടി വെച്ചാ എന്ന് പറയുന്ന വീഡിയോ അമ്പോ കുബേരന്റെ ആൾക്കാരെ ചടപ്പിക്കട്ടെ അങ്ങനെ വന്നിട്ട് മതി മതി എന്റെ പൊന്നോ അച്ഛൻ ലാസ്റ്റ് അടയ്ക്കും തൈര് കഷ്ണം കൂട്ടണ്ടല്ലോ തൈര് പറ്റൂല സത്യം ഇവിടുന്ന് എടുത്തോ ഇവിടുന്ന് എടുത്തോ ദീവാ തൈരില്ല തൈര് വെറുതെ അപ്പു ആര് തിന്നേരുന്ന രസമുണ്ട്. തൈരില്ല തൈരില്ല അവിടെ നിൽക്കണ്ട രസമുണ്ട്. തൈരും അച്ചാറും കൂടി കൂട്ടി തിന്നൊക്കെ നല്ല രസം. അച്ഛന് പറ്റില്ലേ ചിക്കൻ പീസ് ഇട്ടാ സത്യം പറഞ്ഞ ഞാൻ ആഴ്ച ഞാൻ ആഴ്ച ഇങ്ങനെ വലിയൊരു പീസിൽ എടുക്ക എന്നിട്ട് മുറുക്കി ഇങ്ങനെ എടുക്കുക നല്ല പീസാണ് മുഴുത്ത പീസ് അതാ മുഴുത്തൊരു പീസ് അച്ഛാ അച്ഛനാ നമ്മള് തിന്നോളി നമ്മള് നിങ്ങൾ പേടിക്കണ്ട നമ്മളെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ അവൻ മുഴുവനായിട്ടു അവൻ വീഡിയോ കോമ്പറ്റീഷൻ ആയിട്ടില്ലാത്തോണ്ട് ഒരു കപ്പൊന്ന് കിട്ടി. എന്നോട് ഉറപ്പ് ഫുള്ള് തന്നാ മതി. അച്ഛനാ പറഞ്ഞ ഫുള്ളൊന്നു ഇതെന്റെ ഇപ്പോൾ ചെമ്പിരുന്ന് കുഞ്ഞാ വൈകുന്നേരം വരെ ടൈം കൊണ്ട് എടുക്ക് എന്തിനാ പേടിക്കണടാ. അല്ല ഇന്ന് അപ്പോന് വിശപ്പ് കൂടുട്ടാ വിശക്കണോ ഉച്ചക്ക് 10 മണി അന്ന് ഇങ്ങനെ വിശക്കല് ഇനിയിപ്പോ ഒരു 1:30 ഒരു 2-2:30 ആയാല് പിന്നെയും തുടങ്ങും. ബിരിയാണി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായി കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം കഴിഞ്ഞു മറ്റേ സിനിമത്തെ കാര്യമാണ് നീ പറയും ലാസ്റ്റ് പറയും കഴിഞ്ഞ പരിപാടി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാ മലയാളം ഇങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പൊ ബൈ.